പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചുകൊണ്ടുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തം. തിരുവോണ നാളിൽ മുഴുവൻ UDF എംപിമാരുടെയും നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കും. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ഡിവിഷൻ വിഭജനം അറിഞ്ഞില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുന്നത് നുണയാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. BJP കർണാടക ഘടകത്തിന്റെ താൽപര്യമാണ് വിഭജനത്തിന് പിന്നിലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും ആരോപിച്ചു. എന്തിന്റെ പേരിലാണ് മൈസൂർ ഡിവിഷനിലേക്ക് ഈ പാലക്കാട് ഡിവിഷന്റെ ഒരു മേജർ പോർഷൻ അടർത്തി മാറ്റി കൊടുക്കാനിടയായത്? ഒറ്റ കാര്യമുള്ളൂ, കർണാടകയിലെ BJPയുടെ താല്പര്യം. അതിശക്തമായ പ്രതിഷേധം റെയിൽവേ അധികാരികൾ നേരിടേണ്ടി വരും. തിരുവോണ നാളിൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ തീരുമാനം നമുക്ക് അംഗീകരിക്കാനാവില്ല. ഈ പാലക്കാട് കാലക്രമേണ ഇല്ലാതാക്കി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിക്കാനുള്ള ഒരു ഹീനമായ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ 60% വരുമാനം നഷ്ടമാകും കേരളത്തിലുണ്ടാവുക. വരുമാനം കുറഞ്ഞ പാലക്കാട് ഡിവിഷൻ ഒഴിവാക്കി തിരുവനന്തപുരം ഡിവിഷനിൽ ലയിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ആശങ്ക അറിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടേക്കുമെന്നതാണ് സൂചന. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒപ്പം VS രഞ്ജിത്തുമുണ്ട്. ആദ്യം ഇക്ബാൽ അറക്കലിലേക്ക് നമുക്ക് പോകാം. ഇക്ബാൽ, കടുത്ത പ്രതിഷേധം തന്നെ ഉയർത്താനാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള തീരുമാനം. എന്തിനാണ് ഇത്തരത്തിലൊരു നടപടിയുമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന്, അതും അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചോദിക്കുമ്പോൾ പറയുകയും ചെയ്തത്. ചോദ്യത്തിന് നമുക്ക് ഉത്തരം വേണ്ടേ? മാധു, പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗലാപുരം മേഖലയെ മാറ്റി പിന്നീട് മംഗലാപുരം മേഖലയെ ഈ മൈസൂരു ഡിവിഷനിലേക്ക് ചേർക്കാനുള്ള തീരുമാനം അറിഞ്ഞില്ല എന്നുള്ളതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെ പറയുന്നത്. ആ വിഷയത്തിൽ റിപ്പോർട്ട് തേടി റെയിൽവേ ബോർഡിൽ നിന്ന് ഉൾപ്പെടെ പറയുന്നു. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ UDF എംപിമാർ പറയുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ പറയുന്നത്, കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുന്നത് നുണയാണ്, അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. തങ്ങൾ ഈ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം മേഖലയെ ഒഴിവാക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നാൽ അത് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ട്രെയിൻ സർവീസുകൾ ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ തീരുമാനം അംഗീകരിക്കില്ല. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. കർണാടക തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. അതല്ലാതെ മറ്റൊരു ലാഭ കണക്കുകളും കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. കർണാടകയിലെ MPമാർ, ചില കർണാടകയിലെ കേന്ദ്രമന്ത്രിമാരെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ നൽകിയതാണ്. ആ സമയത്ത് കൃത്യമായി തന്നെ ചോദിച്ചപ്പോൾ റെയിൽവേ മന്ത്രി പറയുന്നത് അങ്ങനെ ഒരു നീക്കവും നടത്തില്ല, റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പാലക്കാട് ഡിവിഷൻ വിഭജിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ പെട്ടെന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. അത് കർണാടകയിലെ MPമാരെയും കർണാടകയിലെ BJP MPമാരെയും BJP മന്ത്രിമാരെയും എല്ലാം സന്തോഷിപ്പിക്കാനും പ്രീണിപ്പിക്കാനും വേണ്ടിയാണ്. ഏതായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തും. ഈ വരുന്ന തിരുവോണ നാളിൽ ഓണമെല്ലാം മാറ്റിവെച്ച്, ഓണാഘോഷമെല്ലാം മാറ്റിവെച്ച് മലബാറിലെ മുഴുവൻ UDF MPമാരും പാലക്കാട്ടേക്ക് എത്തി പാലക്കാട് ഡിവിഷന് മുന്നിൽ പ്രതിഷേധിക്കും. മറ്റേ UDF MPമാരും പാലക്കാട്ടേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ നാളെ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യുവജന രോഷം എന്ന പേരിലുള്ള ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഒരു കാരണവശാലും പാലക്കാട് റെയിൽവേ ഡിവിഷനെ കീറി മുറിക്കാനുള്ള ഒരു അവസരവും തങ്ങൾ അനുവദിക്കില്ല. VS രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ഇങ്ങനെ ഒരു ഡിവിഷൻ വെട്ടിമുറിക്കലിനെ കുറിച്ച് നേരത്തെയും നമ്മൾ അങ്ങനെ ഒരു വാർത്തകൾ വന്ന സമയത്ത് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഒരു നീക്കവും ഇല്ല എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം. പക്ഷെ അങ്ങനെ നീക്കങ്ങൾ ഉണ്ടായി. ഏറ്റവും അവസാനം ആ തീരുമാനം തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി അടക്കം, പ്രതിപക്ഷ നേതാവടക്കം, ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം എല്ലാവരും രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു പ്രതിഷേധവുമായി എന്ന സൂചനകളാണ്. യൂത്ത് കോൺഗ്രസ് നാളെ പ്രതിഷേധം നടത്തും. തിരുവോണ ദിവസം സംസ്ഥാനത്തെ മുഴുവൻ MPമാരും ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് തീരുമാനം. VS രഞ്ജിത്ത്. മാധു, വലിയ പ്രതിഷേധമുണ്ടാകുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധത്തിന് BJP കേരള ഘടകത്തിന് മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ ദേശീയ താൽപര്യമോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമോ അതോ കർണാടകയിലെ BJPയുടെ സമ്മർദ്ദമാണോ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതിൽ എന്തു പറയും എന്നൊക്കെ കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടി BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർത്തപ്പെടുന്ന ആശങ്ക പരിഹരിക്കാൻ
BJP ശ്രമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് കാര്യങ്ങളായിരിക്കും BJP ഉന്നയിക്കാൻ പോകുന്നത്. ഒന്ന്, കേരളത്തിൽ ഉയരുന്ന പ്രതിഷേധം കേന്ദ്ര മന്ത്രിയെ അറിയിക്കും. രണ്ട്, ഒന്നെങ്കിൽ ഇത് റിവോക്ക് ചെയ്യാൻ, ഇത് മാറ്റാൻ ഉള്ള ശ്രമം നടത്തും. അല്ലെങ്കിൽ പാലക്കാട് ഡിവിഷന് സ്വയം പര്യാപ്തമാകാനുള്ള തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഫണ്ട് അനുവദിക്കാനും പാലക്കാട് ഡിവിഷനിലെ കോഴിക്കോട് പോലുള്ള റെയിൽവേ സ്റ്റേഷനുടെ വികസനം അവിടെ പിറ്റ് ലൈൻ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഒരു ടെർമിനൽ ആക്കി മാറ്റാനുള്ള നീക്കം നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുമായിരിക്കാം. ഏതായാലും മംഗലാപുരം വെട്ടിമുറിക്കുന്നതോടുകൂടി പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. കാരണം പാലക്കാട് ഡിവിഷന്റെ 60% വരുമാനവും മംഗലാപുരത്തു നിന്നാണ് വരുന്നത്. ആ വരുമാനം ഇല്ലാതാവുന്നതോടുകൂടി ആ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടന്നേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ഡിവിഷൻ വേണമെങ്കിൽ തിരുവനന്തപുരത്തോടെ ലയിപ്പിക്കാവുന്നതാണ്. ഒപ്പം പുതിയ ട്രെയിനുകൾ അനുവദിച്ചു കിട്ടുന്നതിനും റെയിൽവേ ബജറ്റിൽ പാലക്കാട് ഡിവിഷനുള്ള വിഹിതം കുറയാനുമൊക്കെ ഇത് ഇടയാക്കും. ഒരു EQ കൊടുക്കാൻ പോലും സൗത്ത് വെസ്റ്റ് റെയിൽവേ നമ്മെ സമീപിക്കേണ്ട ഗതികളിലേക്ക് എത്തും എന്നുള്ളതടക്കമുള്ള ആശങ്കകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും യാത്രക്കാരുടെ പാസഞ്ചേഴ്സ് അസോസിയേഷനും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. VS രഞ്ജിത്ത്, ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി സംസ്ഥാനത്തിന് താല്പര്യമടക്കം അറിയിച്ച് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയാലും കേന്ദ്ര തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യത എത്രയാണ് രഞ്ജിത്ത്? കേന്ദ്ര തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ദീർഘകാലത്തെ ആവശ്യമാണ്. മൈസൂരു ഡിവിഷനോട് ചേർത്ത് മംഗലാപുരം ചേർക്കുക എന്നുള്ളത്. അങ്ങനെ ദീർഘകാലത്തെ ആവശ്യം ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത് വൈകിപ്പോയത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും കേരളത്തിലെ MP-മാരുടെയും സമ്മർദ്ദമൊക്കെ അതിൽ പിന്നിൽ കാണാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു സമ്മർദ്ദം കർണാടകയുടെ ഭാഗത്തുനിന്ന് വരികയും കേന്ദ്ര സർക്കാർ എല്ലാ വശങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ കർണാടകയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക. അതങ്ങനെ തിരുത്താനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നറിയില്ല. ഇനി കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം പാലക്കാട് ഡിവിഷന് വരുമാനം കുറവാണെങ്കിലും വരുമാനം കുറഞ്ഞ ഈ ഡിവിഷനെ നിലനിർത്തിക്കൊണ്ട് ഈ ഡിവിഷന് കീഴിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകളെ ഡെവലപ്പ് ചെയ്ത് അവിടെയൊക്കെ പിറ്റ് ലൈൻ സ്ഥാപിച്ച് അവിടെ എഞ്ചിനൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുള്ള സംവിധാനം ഒരുക്കി അവിടെ ഒരു ടെർമിനൽ ഉണ്ടാക്കി പുതിയ ട്രെയിനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ആരംഭിക്കാനുള്ള നീക്കം നടക്കണം. അത് റെയിൽവേക്ക് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. വരുമാന നഷ്ടം ഉണ്ടായാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമോ റെയിൽവേ എന്നറിയില്ല. റെയിൽവേ ഇപ്പോൾ സാമ്പത്തികമായി വരുമാനമൊക്കെ നോക്കിയാണ് പുതിയ ട്രെയിൻ പോലും അനുവദിക്കുന്നത്. കേരളത്തിൽ കൂടുതൽ വന്ദേ ഭാരത് അനുവദിക്കുന്നത് കേരളത്തിൽ യാത്രക്കാരുള്ളതുകൊണ്ടാണ്. അതുപോലെ കേരളത്തിൽ ഈ പാലക്കാട് ഡിവിഷന് വരുമാനം കുറഞ്ഞാലും അത് പാസഞ്ചേഴ്സ് ട്രെയിനിനെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ, കാരണം പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. പാസഞ്ചേഴ്സിനുള്ള വരുമാനം കേരളത്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് പാസഞ്ചർ ട്രെയിനുകൾ കൂടുതൽ അനുവദിച്ച് പാലക്കാട് ഡിവിഷനെ ബലപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധമൊക്കെ അറിയിച്ചാലും സമരം നടത്തിയാലും സത്യഗ്രഹം നടത്തിയാലും കേന്ദ്ര തീരുമാനം ഇനി മാറുമോ എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുമുണ്ട്.